മറ്റൊരു ഷോക്കിംഗ് ന്യൂസാണ് ചെൽസിയുടെ ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പോച്ചറ്റീനോയെ ഒഫീഷ്യലായിട്ട് സാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മ്യൂച്വൽ കൺസെൻറ്റോടെ പുള്ളി പുറത്തേക്ക് പോയി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വെൽക്കം ടു മല്ലു ഫുട്ബോൾ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ചെൽസി ഓരോ മാനേജർമാരെ ഒന്നിന് പിറകെ ഒന്നായിട്ട് സാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ചെൽസി എവിടെ ചെന്നെത്തുമെന്ന് ഒരു പിടുത്തവും ഇല്ല. നമുക്കറിയാം, വളരെ പ്രതീക്ഷയോടാണ് മുമ്പത്തെ ലെജൻഡായിട്ടുള്ള ലാംബാർഡിനെ കോച്ചായിട്ട് അവർ അപ്പോയിന്റ് ചെയ്തത്. ലാംബാർഡ് പച്ച പിടിച്ചില്ല. പിന്നീട് ബ്രൈറ്റന്ന് പോട്ടറെ കൊണ്ടുവന്നു. പോട്ടർ കണ്ടം വഴി ഓടി എന്ന് പറയേണ്ടി വരും. UCL അടിച്ച് കത്തി നിൽക്കുന്ന സമയത്താണ് ടുഷലിനെ ഈഗോ ക്ലാഷിന്റെ പേരിൽ പുറത്താക്കുന്നത്. അതിനുശേഷം പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്യും, റീബിൽഡ് നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് പോച്ചറ്റീനോനെ കൊണ്ടുവന്നു. ഇപ്പം പോച്ചിനെയും സാക്ക് ചെയ്ത് ഓടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളൊരു കാഴ്ചയാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. കാരണം ഒരു കോച്ച് വരുന്നു, പുള്ളിയുടെ പ്ലേയേഴ്സിനെ ഓടിക്കുന്നു, റീബിൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പുള്ളിനെ സാക്ക് ചെയ്യുന്നു, അടുത്ത കോച്ച് വരുന്നു, റിപ്പീറ്റ് ദ സൈക്കിൾ. കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ടീമിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നില്ല. ഈ ഒരു സീസൺ നോക്കിക്കഴിഞ്ഞാൽ 38 മത്സരങ്ങളിൽ നിന്ന് 63 പോയിന്റ് ആയിട്ട് 6ാം സ്ഥാനത്താണ് ചെൽസി ഫിനിഷ് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും ചെൽസി 9ലോ 10ലോ ഫിനിഷ് ചെയ്യും എന്ന് തോന്നിപ്പിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ ഒരു 6-7 മത്സരങ്ങളിൽ നല്ലൊരു മൊമെന്റം ടീമിന് കിട്ടിയിട്ടുണ്ട്. കോർഡിനേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു, ചാൻസുകൾ കൺവേർട്ട് ചെയ്യുന്നു, മത്സരങ്ങൾ ജയിക്കുന്നു. അങ്ങനെ ഒരു മൊമെന്റം ഉണ്ടായിരുന്നു. ഒരു സ്ട്രൈക്കറും 1-2 വിങ്ങേഴ്സൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അടുത്ത സീസണിൽ നല്ല ഫോഴ്സോടെ ചെൽസി തിരിച്ചു വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇതുപോലുള്ള ഒരു സാക്കിംഗ് ന്യൂസ് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം, ചെൽസി പ്ലേയേഴ്സിൻ്റെയും മാനേജ്മെന്റിന്റെയും ഫാൻസിൻ്റെ ഒക്കെ എക്സ്പെക്ടേഷൻ വളരെ വളരെ ഹൈ ആണ്. മിനിമം ടോപ്പ് 4 പിടിക്കണം, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കപ്പ് അടിക്കണം, ടൈറ്റിൽ ചലഞ്ച് ചെയ്യണം, ഇതൊക്കെയാണ് പ്രതീക്ഷകൾ. പക്ഷേ പോച്ചിന്റെ ആദ്യ സീസൺ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പുതിയ ഒരുപാട് പ്ലേയേഴ്സ് ടീമിലേക്ക് വന്നു, ഇഞ്ചുറി കൺസേൺസ് ഉണ്ടായിരുന്നു, ഓപ്പർച്യൂണിറ്റികൾ ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ സ്ട്രൈക്കർമാർ ആരും ഈ ചാൻസുകൾ കൺവേർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ പ്രശ്നങ്ങളുടെ ഒരു നിരയിലൂടെ തന്നെയാണ് പോച്ച് മുമ്പോട്ട് പോയത്. പക്ഷെ പോച്ചിന്റെ സൈഡിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി പുള്ളി പല മത്സരങ്ങളിലും കറക്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നില്ല. എസ്പെഷ്യലി നോക്കിക്കഴിഞ്ഞാൽ ചില പ്ലേയേഴ്സിനെ ഔട്ട് ഓഫ് പൊസിഷൻ കളിപ്പിക്കുന്നു. ടാക്ടിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളൊക്കെ പുള്ളിയുടെ സെറ്റപ്പിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് പോച്ചിന്റെ പേരിൽ പറയാവുന്ന കുറ്റം തന്നെയാണ്. പക്ഷെ ഒരു സീസൺ മാത്രം ഇതുപോലുള്ള ടീമിനെ റീബിൽഡ് ചെയ്യാൻ വേണ്ടി കൊടുത്ത് പുള്ളിനെ പുറത്താക്കുന്നതോട് എനിക്ക് പേഴ്സണലായിട്ട് യോജിപ്പില്ല. കാരണം ചെറിയൊരു പോസിറ്റീവ് സൈഡൊക്കെ അവസാന ഘട്ടത്തിൽ നമ്മൾ കണ്ടിരുന്നു. ചിലപ്പോൾ അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കും ടീമൊക്കെ സെറ്റായി 1-2 പ്ലേയേഴ്സിനെ കൂടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പൊ പുതിയ കോച്ച് ആര് വരും എന്നുള്ളൊരു ചോദ്യമാണ്. ഡിസേർബി അടക്കമുള്ള നാട്ടിലെ എല്ലാ കോച്ചിന്റെ പേരിലും ചെൽസി ലിങ്ക് ആയിട്ടുണ്ട്. പുതിയ കോച്ച് കൊണ്ടുവന്ന് പല പ്ലേയേഴ്സിനെയും ചിലപ്പോൾ വിൽക്കും, പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരും. എന്നിട്ട് അടുത്ത സീസണിൽ വളരെ കൃത്യമായിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം EPL റിസൾട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ചെൽസിയിലാണെങ്കിൽ ഇപ്പോൾ 400 മില്യൺ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ ഒരു ടീമായിട്ട് കളിക്കുമ്പോൾ പലപ്പോഴും ആ ഒരു കോർഡിനേഷനും ഒരു ജെൽ ഓഫ് പ്ലേ മേക്കിങ്ങും ഓപ്പർച്യൂണിറ്റി കൺവേർഷനും ഒന്നും നമ്മൾ കാണാറില്ല. അപ്പം അങ്ങനെ ഒരു ടീം റീബിൽഡ് ചെയ്യാൻ വരാൻ ചിലപ്പോൾ 3 വർഷം എടുക്കും, 4 വർഷം എടുക്കും. പാർത്തിട്ടിയുടെ കാര്യം നമുക്കറിയാം. ആർസണൽ ടീമിനെ 3 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്ഥിതിയിലേക്ക് അയാൾ മാറ്റിക്കൊണ്ടുവന്നത്. ക്ലബിന്റെ സൈഡിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു, പുള്ളിക്ക് വേണ്ട പ്ലേയേഴ്സിനെ കൊടുത്തു. അങ്ങനെ സ്ലോലി റീബിൽഡിലൂടെ ഇപ്പോൾ ഒരു ടോപ്പ് ടീമായിട്ട് മാറി. ഈ പ്രാവശ്യം കപ്പ് അടിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ 2 വർഷമായിട്ട് നല്ല രീതിയിൽ ആർട്ടറ്റയും ആർസണലും പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു റീബിൽഡിലേക്ക് ചെൽസിയെ കൊണ്ടുപോകാൻ അറ്റ്ലീസ്റ്റ് ടൈം വേണം. ആ ടൈമും പേഷ്യൻസും ഇല്ലാതെ പെട്ടെന്ന് ഇൻസ്റ്റന്റ് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ പ്ലേയേഴ്സിനെ ഇട്ടിട്ട് കപ്പടിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഇൻ കറന്റ് സർക്കംസ്റ്റാൻസസ് എന്ന് മാനേജ്മെന്റ് മനസ്സിലാക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.